സമൃദ്ധമായ ജീവിതം എന്ന ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ നൽകുന്ന ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദയവ് ചെയ്ത് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ രേഖപ്പെടുത്തുക. നമ്മുടെ സന്ദേശത്തെക്കുറിച്ചുള്ളതായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷകളും. 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന അനുഗ്രഹപ്രദമായ ഒരു പ്രാർത്ഥന ടീം നമുക്കുണ്ട്. ഞാനും എൻ്റെ പ്രാർത്ഥനാ ടീമും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഏറെ സന്തോഷവാന്മാരാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ വിളിച്ചറിയിക്കുകയും ചെയ്യുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെയും കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ എൻ്റെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഇതാണ്. ശ്രദ്ധിക്കുക, എങ്ങനെ നമുക്ക് ഭയത്തെ നേരിടാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും പല രീതിയിലുള്ളതായ ഭയങ്ങളുണ്ട്. ചില വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ ഭാവിയെക്കുറിച്ചുള്ളതായ ഭയമായിരിക്കും. എങ്ങനെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയും, എങ്ങനെ പ്രതിസന്ധികളെ നേരിടാൻ കഴിയും, എങ്ങനെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയും. അതുപോലെ ചിലരെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ഭയമായിരിക്കും. കുടുംബത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല, എപ്പോഴും കലഹവും ഐക്യതയില്ലായ്മയുമാണ്. പരസ്പരം മനസ്സിലാക്കുന്നില്ല, ക്ഷമിക്കുന്നില്ല. ചില കുടുംബജീവിതങ്ങൾ വേർപെടുത്തലിൻ്റെ വക്കിലായിരിക്കാം. ചിലതാണെങ്കിൽ ഇപ്പോൾ തന്നെ വേർപിരിഞ്ഞതായിരിക്കും, ഡിവോഴ്സ് ചെയ്യപ്പെട്ടതായിരിക്കും. ഇത്തരം ചിന്തകളെക്കുറിച്ചുള്ളതായ ഭയങ്ങൾ അവരെ വേട്ടയാടുന്നുണ്ടായിരിക്കും. അതുപോലെ കുട്ടികളുടെ കാര്യം നോക്കിയാൽ അവരുടെ കുട്ടികളെക്കുറിച്ച്, കൊച്ചുമക്കളെക്കുറിച്ചുള്ള ഭയങ്ങളുണ്ട്. അവരുടെ ഭാവി എന്തായിത്തീരും, അവരുടെ ജീവിതം എങ്ങനെ പോകും, അവർ എങ്ങനെ മുൻപോട്ട് പോകും. ചിലരെ സംബന്ധിച്ച് അവരുടെ കുട്ടികളുടെ ചീത്ത കൂട്ടുകെട്ടുകളെക്കുറിച്ചുള്ളതായ ഭയമായിരിക്കും. ഒരുപക്ഷെ അവരുടെ മദ്യപാനം കൊണ്ടുള്ളതായ ഭയമായിരിക്കാം. അതുപോലെ അവർ ലഹരിക്ക് അടിമപ്പെട്ടവരായിരിക്കും, അവർ രക്ഷിക്കപ്പെട്ടവരല്ലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു പ്രാർത്ഥനാ ജീവിതമോ നല്ലൊരു ആത്മീയ ജീവിതമോ ഇല്ലായിരിക്കും. ഇങ്ങനെയുള്ളതായ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുട്ടികളെക്കുറിച്ചുള്ള ഭയത്തിന് കാരണമാകുന്നു. ഒരുപക്ഷെ നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ പരീക്ഷകളെക്കുറിച്ചുള്ള ഭയമായിരിക്കാമുള്ളത്. നന്നായിട്ട് എഴുതാൻ കഴിയുമോ, എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും, ഉന്നത നിലവാരത്തിലേക്ക് ഈ എഡ്യൂക്കേഷൻ എങ്ങനെ ചെയ്യാൻ കഴിയുമായിരിക്കും, എങ്ങനെ ഉയർന്ന മാർക്കുകൾ വാങ്ങാൻ കഴിയും. മറ്റുള്ള ചിലരെ സംബന്ധിച്ച് അവരുടെ ജോലിയെക്കുറിച്ചുള്ള ഭയമായിരിക്കും. നിങ്ങൾക്കറിയാമോ, ഈ കാലഘട്ടത്തിൽ വളരെ അരക്ഷിതാവസ്ഥയാണ് ജോലിസ്ഥലങ്ങളിൽ. ഏതു നിമിഷങ്ങളിലും ജോലി നഷ്ടപ്പെട്ടേക്കാം. നിങ്ങൾക്ക് കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, പല കടബാധ്യതകളും ഉണ്ടായിരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടാൽ വലിയ ഭയമായിരിക്കും. തന്മൂലം നമ്മുടെ ഹൃദയത്തിൽ വളരെ വേദന ഉളവാകാനിടയാകും. അതുപോലെ മറ്റു ചിലരെ സംബന്ധിച്ച് അവരുടെ രോഗമായിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പലരും ഭയമുള്ളവരായിരിക്കും. എൻ്റെ ഈ രോഗത്തിന് ഭേദമുണ്ടാകുമോ, ഇതുകൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമോ, അല്ലെങ്കിൽ ഈ രോഗം ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിന് കാരണമായി തീരുമോ. ഇവയെല്ലാം തന്നെ സാധാരണമായും ക്രിസ്ത്യാനികളായി ജീവിക്കുന്നവരുടെ ഉള്ളിലുമുള്ള ഭയമാണ്. പാപത്തെക്കുറിച്ച് സംസാരിച്ചാൽ ചില വ്യക്തികളുണ്ട്, പാപത്തിന് അടിമകളായിരിക്കുന്ന ആളുകൾ, പാപത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ആളുകൾ. അവർക്ക് സ്വയം വിടുതൽ പ്രാപിക്കാനായിട്ട് കഴിയുന്നതല്ല. അവർ ആ കുഴികളിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അതേ പാപം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുവാനിടയാകുന്നു. എന്ത് സംഭവിക്കുന്നു? അവരുടെ ഹൃദയം നിറയെ ഭയം ഉളവാകുന്നു. ഈ പാപത്തിൻ്റെ പരിണതഫലം എന്തായിത്തീരും, ഇതിൻ്റെ ശിക്ഷ എന്തായിത്തീരും. അതുപോലെ ഈ പാപം എൻ്റെ ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കാനിടയാകും, എൻ്റെ വിവാഹത്തെ, എൻ്റെ ആത്മീയ ജീവിതത്തെ, എൻ്റെ ധാർമ്മികമായ ജീവിതത്തെ, അതുപോലെ എൻ്റെ രക്ഷയെ. അങ്ങനെ വലിയ ഭയങ്ങൾ. സുഹൃത്തുക്കളെ, എല്ലാവരുടെയും ജീവിതത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നതായ ഭയത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. എന്നാൽ അത്ഭുതകരമായ ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ചെറിയ ഭയം എല്ലായ്പ്പോഴും നല്ലതാണ്. കാരണം ചെറിയ ഭയം എല്ലായ്പ്പോഴും നമുക്ക് തന്നെ ഒരു സുരക്ഷിതത്വം നൽകുന്നതാണ്. എന്നാൽ അധികമായുള്ള ഭയം, വളർന്നു വരുന്ന ഭയം, നിയന്ത്രണമില്ലാത്തതായ ഭയം, അത് അപകടകരമാണ്. ഒരു അസാധാരണമായ ഭയം നമുക്കുണ്ടെങ്കിൽ അത് അപകടകരമായ അവസ്ഥയാണ്. എന്നാൽ കുറേ കാലങ്ങൾക്ക് ശേഷം ആ ഭയം നമ്മുടെ തലച്ചോറിൽ കൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കാനിടയാകും. അങ്ങനെ അത് പതിയെ ഒരു മാനസിക പ്രശ്നമായിട്ട് മാറും. വീണ്ടും നമ്മളതിനെ മുൻപോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിയന്ത്രണമില്ലാത്തതായ ഭയം, വളർന്നു വരുന്നതായ ഭയം
ഒരു വ്യക്തിയെ മാനസികമായ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ, ഭയം നിങ്ങളെ ബലഹീനരാക്കുന്നു. അതുപോലെ ഭയം നിങ്ങളുടെ കഴിവുകളെ അടിച്ചമർത്തിക്കൊണ്ട് നിങ്ങളെ പ്രയോജനമില്ലാത്തവരാക്കുന്നു. ഒന്നും നേടിയെടുക്കാൻ കഴിയുന്നില്ല. പലരെയും എനിക്കറിയാം, നല്ല ബുദ്ധിയും സാമർഥ്യമുള്ളവരെ, പല കഴിവുകളുള്ളവർ. എന്നാൽ ഭയമാണ് എല്ലായ്പ്പോഴും, എന്തിനെക്കുറിച്ചും ഭയമാണ്. എന്നാൽ ഈ ഭയം കാരണം അവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല, പിന്തള്ളപ്പെടുന്നു. പലതരത്തിലുള്ള ഭയം, പരാജയ ഭയം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം പാപത്തിൻ്റെ പരിണിതമായ ഫലങ്ങളാണ്. ചില സമയത്ത് അധികമായ ഭയം കാരണം നിങ്ങളുടെ ശരീരവും അതുപോലെ നിങ്ങളുടെ കൈകളെല്ലാം തണുത്ത് മരവിക്കാനിടയാകും. അതുപോലെ അമിതമായ ഭയം നിങ്ങൾക്ക് മുങ്ങിപ്പോകുന്ന ഒരു തോന്നൽ ഉളവാക്കും. അമിതമായ ഭയത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ മാനസികമായ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പലർക്കും ഭയം കാരണം ഹൃദയസ്തംഭനങ്ങളും ഉണ്ടാകാറുണ്ട്. ഹൃദയമിടിപ്പ് ഉയരുന്നു. ചിലർക്ക് ഹൃദയസ്തംഭനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള തോന്നൽ ഉളവാകുന്നു. അമിതമായ ഭയം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ മരിക്കുവാൻ പോകുന്നു എന്നുള്ളതായ തോന്നലും ഉളവാക്കാറുണ്ട്. അതുപോലെ ഭയം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധിക്കും കാരണമാകും. പലരുടെയും ജീവിതത്തിൽ ഇന്നുള്ളതുപോലെ ഡിപ്രഷൻ ഇടയാകും. ഭയം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മെ ഡിപ്രഷനിലേക്ക് തള്ളിവിടുന്നു. അതൊരു വലിയ പ്രശ്നമാണ്. ഇങ്ങനെ ഭയങ്ങളുള്ളതായ മാതാപിതാക്കളോടുള്ള എൻ്റെ അഭ്യർത്ഥന ഇതാണ്: നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നിരീക്ഷിക്കണം. അവരുടെ മാനസിക നിലവാരം എന്താണ്? അവരുടെ പെരുമാറ്റം എന്താണ്? മാനസിക നില നന്നായിരിക്കുന്നുവോ? നന്നായിട്ടവർ പഠിക്കുന്നുണ്ടോ? അവരുടെ ജീവിതത്തിൽ അവരെ അലട്ടുന്ന എന്തെങ്കിലുമുണ്ടോ? അവരുടെ ഭാവിക്ക്, നല്ല നാളേക്ക് തടസ്സമായിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ? ചില കുട്ടികൾ വളരെ നിരാശയിലാണ്. ചില യൗവനക്കാരും വളരെ നിരാശയിലാണ്. എന്താണ് സുഹൃത്തുക്കളെ സംഭവിക്കുന്നത്? നിയന്ത്രണമില്ലാത്തതായ ഭയം അവസാനം ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. ഡിപ്രഷൻ കൈകാര്യം ചെയ്യുവാൻ കഴിയാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തവരായ ഒരുപാട് യൗവനക്കാരുണ്ട്. എന്തുകൊണ്ടാണ്? ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഇതാണ്: അമിതമായ ഭയം. അതുപോലെ മറ്റുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് അവരുടെ ജീവിതം വലിയ കുഴപ്പത്തിൽ ആകുന്നു. അവരുടെ ജീവിതത്തിൽ അവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. ഭയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മുൻപോട്ട് വിടുവാൻ അനുവദിക്കില്ല. ഭയം നിങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്നു, നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തുന്നു, ജീവിതത്തിലെ സന്തോഷകരമായ അനുഭവങ്ങളെ തള്ളിക്കളയുന്നു. അങ്ങനെ പലവിധമായ പ്രശ്നങ്ങൾ. നിങ്ങൾക്കറിയാമോ, ഏകദേശം 43 വർഷത്തിലധികമായി ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറയുന്നത് ക്രിസ്തീയ വിശ്വാസികളുടെ മാനസികവും ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങളെക്കുറിച്ച് ആണ്. പല ദേവദാസന്മാരും പല പ്രസംഗകരും ആത്മാവിനെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും പറയും. എന്നാൽ അവർ മനസ്സിനെക്കുറിച്ച് സംസാരിക്കില്ല. മനസ്സ് വളരെ പ്രധാനപ്പെട്ടതായ വിഷയമാണ്. എന്തെന്നറിയാമോ? നമ്മുടെ രക്ഷ പോലും നമ്മുടെ മനസ്സിനെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത്. രക്ഷയിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. അത് നമ്മുടെ മനസ്സിലേക്കും കടന്നു വരുന്നു. എന്നാൽ അമിതമായ ഭയം നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അവയെ എല്ലാം ചുരുക്കിക്കളയുകയാണ് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, നമ്മളെന്താണ് ചെയ്യേണ്ടത്? എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഭയങ്ങളുണ്ടോ? അമിതമായ ഭയമുണ്ടെങ്കിൽ, മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ആദ്യം അതിൻ്റെ കാരണം കണ്ടുപിടിക്കുക. ഭയത്തിൻ്റെ കാരണം എന്താണ്? അത് മൂടിവെക്കരുത്, അതിനെ നേരിടുക. മറ്റുള്ള ആളുകളോട് നിങ്ങളുടെ ഭയത്തെക്കുറിച്ച് നിങ്ങൾ പങ്കുവയ്ക്കുക. പിന്നെ ഈ ഭയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം? എങ്ങനെയാണ് നിങ്ങളുടെ ഭയത്തെ കൈകാര്യം ചെയ്യേണ്ടത്? എന്തു ചെയ്യണം? ഒന്നാമതായി ആ ഭയത്തെ നിങ്ങൾ തുടച്ചു നീക്കണം. അതിനുശേഷം ഭയത്തിൻ്റെ സ്ഥാനത്ത് ധൈര്യത്തെ സ്ഥാപിക്കണം. ധൈര്യം എന്നത് ഭയത്തിൻ്റെ മറുമരുന്നാണ്. നമ്മളെല്ലാവരും ധൈര്യത്തെപ്പറ്റി സംസാരിക്കാറുണ്ട്. എന്നാൽ അത് നേടിയെടുക്കുക അത്ര എളുപ്പമുള്ളതല്ല. നമ്മോട് തന്നെ പറയണം, ഇന്നു മുതൽ ഞാൻ ശക്തനാണെന്ന്. ഇന്നു മുതൽ ഞാൻ ധൈര്യവാൻ ആയിരിക്കും. ഇന്നു മുതൽ ഞാൻ പ്രശ്നങ്ങളെ നേരിടും. എന്നാൽ നിങ്ങൾ സ്റ്റക്കായി പോകും. നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം അത് ബ്രെയിനിൽ മാത്രമേ ഉള്ളൂ. മനസ്സിന് സൗഖ്യം വരാതെ,
ഹൃദയത്തിന് സൗഖ്യം വരാതെ നിങ്ങൾക്ക് ഒരിക്കലും ഭയത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയില്ല. നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും, എന്നാൽ സൗഖ്യം മനസ്സിലേക്ക് വരാതെ ആ ഭയം നമ്മുടെ മനസ്സിനെ വിട്ടു പോകില്ല. നമുക്ക് മുൻപോട്ട് പോകാനും കഴിയില്ല. ഒന്നാമതായി നമുക്ക് സൗഖ്യം വേണം, രണ്ടാമതായി നമുക്ക് ധൈര്യം വേണം. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നതായ കാലത്ത് അവൻ എല്ലായ്പ്പോഴും ആളുകളുടെ മനസ്സിനെ പരിശോധിച്ചിരുന്നു, അവരുടെ മാനസിക ആവശ്യങ്ങളെ കണ്ടിരുന്നു. ഒരു ദിവസം യേശുക്രിസ്തുവും അവൻ്റെ ശിഷ്യന്മാരും ഗലീലിയ സമുദ്രത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ, ഏകദേശം കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ആ സ്ഥലത്ത് സന്ദർശിച്ചതാണ്. വളരെ മനോഹരമായ സ്ഥലമാണത്. അതുകൊണ്ടാണ് പറയുന്നത്, അതൊരു തടാകമാണ്, സമുദ്രമല്ല. എന്താണ് സംഭവിച്ചത്? ശിഷ്യന്മാരോടൊപ്പം കടന്നു പോകുന്നതായ ആ സമയത്ത് പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റവിടെ ആഞ്ഞടിക്കാനിടയായി. അതിശയകരമായ സംഗതി ഇതാണ്, യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് കടലിൽ കൂടി പോകുന്നതായ സമയത്താണ് ആ കൊടുങ്കാറ്റടിച്ചത്. എന്താണ് അവിടെ പെട്ടെന്നുണ്ടായത്? വലിയ ഒരു കൊടുങ്കാറ്റുണ്ടാകാനിടയാകുന്നു. തിരമാലകൾ അടിച്ചുയരാൻ തുടങ്ങി. ബോട്ടിലേക്ക് വെള്ളം കയറുവാൻ ആരംഭിച്ചിരിക്കുന്നു. ആ പടക് മുങ്ങാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് എന്ത് സംഭവിച്ചു? ശിഷ്യന്മാർ ഉറക്കെ നിലവിളിച്ചു, കർത്താവേ, ഞങ്ങളിതാ മുങ്ങിപ്പോകുവാൻ തുടങ്ങുന്നു. വലിയ ഭയമുണ്ടായി. യേശു അപ്പോൾ എന്തു ചെയ്യുകയായിരുന്നു? അവൻ ഉറങ്ങുകയായിരുന്നു. യേശു കർത്താവ് വിശ്രമിക്കുകയായിരുന്നു. യേശു ഉണർന്ന് അവരോട് പറഞ്ഞു, അല്പവിശ്വാസികളായുള്ളവരേ, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? എന്തിനാണ് നിങ്ങൾ ഭ്രമിക്കുന്നത്? നിങ്ങൾക്കറിയാമോ, ഞാൻ നിങ്ങളുടെ ബോട്ടിലുണ്ട്. ഞാനിവിടെയുണ്ട്. ഈ ബോട്ടിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ വിശ്രമിക്കുകയാണ്. എനിക്ക് പ്രതിസന്ധി എല്ലാം തന്നെ അറിയാമായിരുന്നു. ശിഷ്യന്മാരെ, നിങ്ങളും എന്നെ അനുകരിക്കുവീൻ. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ, അവ നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നതായ സന്ദർഭം, ഞാൻ നിങ്ങളുടെ ബോട്ടിലുള്ളതുകൊണ്ട് നിങ്ങൾ ശാന്തമായിരിക്കൂ. സുഹൃത്തുക്കളെ, നമുക്കും തീരുമാനമെടുക്കാം. യേശു നമ്മുടെ ബോട്ടിൽ ഉള്ളതുകൊണ്ട് നമ്മളൊന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ട്. നിങ്ങൾക്ക് ആ ബോധ്യമുണ്ടെങ്കിൽ ഒരു ഭയത്തിനും നിങ്ങളെ തള്ളിയിടാൻ കഴിയില്ല, നിങ്ങളെ തകർക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ധൈര്യമുണ്ടായിരിക്കണം. യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം വിശ്വസിക്കണം. വിശ്വസിക്കുക, യേശുക്രിസ്തു നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ട് എന്ന്. വിശ്വസിക്കുക, യേശുക്രിസ്തു നിങ്ങളുടെ ബന്ധങ്ങളിൽ ഉണ്ട് എന്ന്. വിശ്വസിക്കണം, യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലുമുണ്ട് എന്ന്. എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കഷ്ടതകൾ വരുമ്പോൾ, പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം ലഭിക്കും, ആശ്വാസം ഉണ്ടാകും. നിങ്ങളുടെ ഭയത്തെ നിങ്ങൾ എടുത്തുമാറ്റി അവിടെ ധൈര്യത്തെ നിറയ്ക്കുക. മറ്റൊരു സന്ദർഭത്തെക്കുറിച്ച് ഞാൻ പറയാം. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവൻ്റെ ബാക്കി എല്ലാ ശിഷ്യന്മാരും മാളിക മുകളിൽ കയറി അവിടെ ഭയപ്പെട്ടിരിക്കുകയാണ്. കാരണം യേശുവിനെ അവർക്കിനിയും കാണുവാൻ കഴിയുകയില്ല. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ അവർ ഭയപ്പെട്ടതിൻ്റെ കാരണം, യേശുവിൻ്റെ ശിഷ്യന്മാർ എന്ന നിലയ്ക്ക് റോമൻ പടയാളികൾ അടുത്തതായി ഇവരെയും പിടിച്ചു കൊല്ലുവാൻ ഇടയാകും. ഭയം. അപ്പോൾ യേശുക്രിസ്തു പ്രത്യക്ഷനായവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. സുഹൃത്തുക്കളെ, അവരുടെ ഹൃദയങ്ങളിൽ വലിയ ധൈര്യമുണ്ടാകാനിടയായി. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം ഈ ശിഷ്യന്മാർ വളരെ ധൈര്യവാന്മാരായി വെളിയിൽ വരുവാനായിട്ടും ഇടയായി. അവർ ധൈര്യവാന്മാരായിട്ട് കർത്താവിനെക്കുറിച്ചുള്ളതായ സുവിശേഷം പ്രസംഗിക്കാനിടയായി. അപ്പോസ്തല പ്രവൃത്തികളിൽ കാണാൻ കഴിയും, ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും അവർ ധൈര്യത്തോടെ ചെയ്തതായ കാര്യങ്ങളെക്കുറിച്ച്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? യേശു കർത്താവ് അവൻ്റെ സമാധാനം നമ്മളിലേക്ക് അയക്കുമ്പോൾ നമ്മൾ ശക്തരാകുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. യേശു കർത്താവ് അവരോട് പറഞ്ഞു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. സുഹൃത്തുക്കളെ, അതാണ് കർത്താവ് നൽകുന്നതായ വാഗ്ദത്തം. യോഹന്നാന്റെ സുവിശേഷം 16:33. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? എല്ലാ പ്രശ്നത്തിനും നടുവിലും ഒരു ഭയമുണ്ട്.
എന്നാൽ ആ ഭയത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ ധൈര്യപ്പെടണം, നമ്മൾ സന്തോഷിക്കണം, സമാധാനത്തോടെ ഇരിക്കണം. കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എത്ര അത്ഭുതകരമായ വാഗ്ദത്തം! അവൻ നമ്മുടെ കർത്താവും രക്ഷിതാവുമാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും ബുദ്ധിമുട്ടും കടന്നു വരുന്ന സന്ദർഭം നിങ്ങൾ ചിന്തിക്കണം, ഇവ യേശു കർത്താവിനേക്കാൾ വലിയതായ ഒരു കാര്യമാണോ എന്നത്. അല്ല. ക്രൂശിലെ അവൻ്റെ കഷ്ടത നോക്കുക. യേശുക്രിസ്തു അവിടെ അനുഭവിച്ച സകലത്തിലും അവൻ ധൈര്യത്തോടെ അതിനെ നേരിട്ടതായിട്ട് കാണാം. അവയെല്ലാം അവൻ മറികടന്നു, അത്ഭുതകരമായ ജയം നേടി. സുഹൃത്തുക്കളെ, ഈ വാഗ്ദത്തം യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നു. നമ്മെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ പല ഭയങ്ങളുടെ നടുവിലും, അതുപോലെ ഭയം മൂലം നമുക്കുണ്ടാകുന്നതായ പലവിധമായ മാനസിക പ്രശ്നങ്ങൾ, അവയ്ക്കെല്ലാം നടുവിൽ യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ ഭയപ്പെടരുത്, ധൈര്യപ്പെടുക. ഇനിയും നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നമുക്ക് ഈ ധൈര്യം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നമ്മുടെ ഭയത്തെ മാറ്റുമ്പോഴാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം, ഇത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിനെ ജയിച്ചിരിക്കുന്നു. അവൻ പാപത്തിൻ്റെ മറുവില കൊടുത്തിരിക്കുന്നു. അതുപോലെ പാപത്തിൻ്റെ മറ്റൊരു പരിണിത ഫലമാണ് ഭയം. എന്നാൽ ഈ ഭയത്തിൻ്റെ മറുമരുന്ന് എന്താണ്? യേശുവിൻ്റെ ക്രൂശാണ്. അവൻ്റെ ക്രൂശിലെ ജയമാണ് അതിനുള്ള മറുമരുന്നത്. ധൈര്യമാണ്. ആ വലിയ ധൈര്യത്തെയാണ് യേശുക്രിസ്തു ശിഷ്യന്മാർക്കും ബാക്കിയുള്ള അപ്പോസ്തലന്മാർക്കും പിന്നീട് കൊടുക്കാനിടയായത്. അതുപോലെ പെന്തക്കോസ്ത് നാളിൽ യേശുക്രിസ്തു അവർക്ക് പരിശുദ്ധാത്മാവിനെയും ശക്തിയെയും കൊടുത്തു. അത് മറ്റൊരു അത്ഭുതകരമായ മുന്നേറ്റമായിരുന്നു. ശിഷ്യന്മാർ ധൈര്യത്തോടെ പ്രസംഗിച്ചതായ സമയത്ത് ആർക്കും അവരെ തടയാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാം, നിങ്ങൾക്ക് ഞങ്ങളെ തുറുങ്കിലടയ്ക്കാം, നിങ്ങൾക്ക് ഞങ്ങളെ തടയാൻ ശ്രമിക്കാം, എന്നാൽ ഞങ്ങൾക്ക് കർത്താവിലുള്ള ധൈര്യമുണ്ട്, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്, ഞങ്ങൾ സകലത്തെയും മറികടക്കുവാനിടയാകും. അവരങ്ങനെ സുവിശേഷം പ്രസംഗിക്കുവാനിടയായി അന്ന്. എന്നാൽ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ചെയ്തതുപോലെ തന്നെ നമ്മളും ചെയ്യേണ്ടതാണ്. സകല ഭയത്തെയും തുടച്ചു മാറ്റുക, അവിടെ യേശുവിനെക്കുറിച്ചുള്ള ധൈര്യത്തെ നിക്ഷേപിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെയും. അതേ കാര്യമാണ് നടക്കേണ്ടത്. എങ്ങനെ ഭയത്തെ തുടച്ചു നീക്കുവാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. ഹൃദയത്തിൻ്റെ ഭയത്തെ നീക്കുവാൻ ലളിതമായിട്ട് പറഞ്ഞാൽ യേശു കർത്താവിൽ വിശ്വസിക്കുക. ദയവിച്ചത് ഈ വചനങ്ങൾ ശ്രദ്ധിക്കുക. സങ്കീർത്തനം 46 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുക ഇല്ല. 10-ാമത്തെ വാക്യം പറയുന്നു, മിണ്ടാതെയിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേൻ. ഈ സങ്കീർത്തനത്തിലെ വാക്യം പോലെയാണ് നമ്മുടെ ജീവിതം പലപ്പോഴും. നിങ്ങൾക്കറിയാമോ, ജീവിതത്തിൽ പലപ്പോഴും ആഞ്ഞടിക്കുന്നതായ കൊടുങ്കാറ്റുകൾ, ജീവിതത്തിൽ നമ്മെ പിടിച്ചുകുലുക്കുന്നതായ പല പ്രതിസന്ധികളും ഉണ്ടാകാം. പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിൻ്റെ മധ്യയിലേക്ക് വീഴുന്ന പോലെ സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങൾക്കറിയാമോ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മെ അത് താഴ്ത്തിക്കളയും, നമ്മളെ ഹൃദയം ഭയം കൊണ്ട് നിറയും. ഒരിക്കലുമല്ല. മിണ്ടാതെയിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. ഭയത്തിൻ്റെ നടുവിൽ ദൈവത്തിൽ ആശ്രയിക്കുക. എന്തു സംഭവിക്കും? നമ്മൾ ആശ്രയിക്കുമ്പോൾ സമൃദ്ധമായിട്ടുള്ള ധൈര്യവും ആശ്വാസവും സമാധാനവും ദൈവത്തിൽ നിന്ന് നമ്മിലേക്ക് ഇറങ്ങി വരാനിടയാകും. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, നമ്മൾ ഭയപ്പെടേണ്ടതായ കാര്യമില്ല. അതിനുവേണ്ടി ദൈവം എന്താണ്, ഏത് വാക്കാണ് പറയുന്നത്? മിണ്ടാതെയിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. മനസ്സ് ചഞ്ചലപ്പെടരുത്. നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അനാവശ്യ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കരുത്. അതുപോലെ തന്നെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. എന്താണ് പറയുന്നത്? മൗനമായിരിക്കുക സമാധാനത്തോടെ.
ആകുലമായിട്ട് ചിന്തിക്കുവാൻ പാടില്ല. ശാന്തതയോടുകൂടി സമാധാനത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക. സകല ചിന്താകുലങ്ങളും ദൈവത്തിൽ ഇട്ടുകൊള്ളുവീൻ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് ദൈവത്തിൻ്റെ ഈ വാഗ്ദത്തമുണ്ട്. സങ്കീർത്തനം 46 4 വാക്യം പറയുന്നു, ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ആ നദി എന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നതായ വിജയമാണ്. എന്ത് സംഭവിക്കും? നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി കർത്താവിൽ ആശ്രയിക്കുന്നതായ സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആ നദി നമ്മുടെ മനസ്സിലേക്ക് ഒഴുകി വരുവാൻ ഇടയാകും. യേശുക്രിസ്തുവാകുന്ന നദി നമ്മുടെ ഭയത്തെയെല്ലാം എടുത്തുമാറ്റി അവിടെ വലിയ ധൈര്യത്തെ നിക്ഷേപിക്കും. മറ്റൊരു കാര്യം കൂടി, 5 വാക്യം, ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോവുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ കൂടി നമ്മുടെ ഹൃദയത്തിന് വലിയ ഉറപ്പ് ഉണ്ടാകാനിടയാകുന്നു. കർത്താവിൽ പൂർണ്ണ ആശ്രയത്തോടെ വിശ്വസിക്കുക. ചോദ്യം ചെയ്യാതെ കർത്താവിൽ ആശ്രയിക്കുക. കർത്താവിനോട് പിറുപിറുക്കാതെ അവനിൽ ആശ്രയിക്കുക. അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കാതെ കൂടുതൽ കർത്താവിൽ ആശ്രയിക്കുക. പരിണത ഫലങ്ങളെക്കുറിച്ച് ഓർക്കേണ്ട, കൂടുതൽ ആശ്രയിക്കുക. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ബന്ധങ്ങളിലും ഉണ്ടാകും. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അതിൽ കൂടി നമുക്ക് വലിയ ഉറപ്പ് ഉണ്ടാകും. ആ ഉറപ്പ് നമുക്ക് ലഭിക്കുന്നത് കർത്താവ് നൽകുന്ന ധൈര്യത്തിൽ കൂടിയാണ്. ഈ വചനം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. 5 വാക്യത്തിൻ്റെ 2 ഭാഗം, ദൈവം അതികാലത്തു തന്നെ അതിനെ സഹായിക്കും. ആശ്രയത്തിൽ കൂടി ദൈവസഹായമുണ്ടാകുന്നു. നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം. ഒന്നിനെക്കുറിച്ചും നമുക്ക് ആകുലപ്പെടേണ്ടതായ കാര്യങ്ങളില്ല. നമ്മുടെ കുട്ടികളെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഒരു വിഷയത്തെക്കുറിച്ചും നമുക്ക് ആകുലപ്പെടേണ്ടതായ സന്ദർഭമില്ല. എന്ത് സംഭവിക്കും? അതിൽ കൂടി ദൈവത്തിൻ്റെ സഹായം കടന്നു വരും. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും കണ്ണുനീരും വേദനകളും നിന്ദകളും ഉണ്ടാകും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ സഹായം നമുക്ക് വരും. അതിൽ കൂടി ദൈവത്തിൻ്റെ വെളിച്ചം നമ്മിലേക്ക് വരും. ആ സഹായത്തിൽ കൂടി നമുക്ക് ധൈര്യമുണ്ടാകാനിടയാകും. ആ സഹായത്തിൽ കൂടി നമുക്ക് ജീവിതത്തിലൊരു പുതുക്കമുണ്ടാകാനിടയാകും. നമുക്ക് ജീവിതത്തിലൊരു പുതുക്കം ലഭിക്കുകയും ജീവിതത്തിൽ വിജയകരമായിട്ട് നമുക്ക് മുൻപോട്ട് പോകുവാനും കഴിയാനിടയാകും. സുഹൃത്തുക്കളെ, ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്വർഗീയ നല്ല കർത്താവേ, ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായിരിക്കുന്ന യേശുക്രിസ്തുവേ, കർത്താവെ, നിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുകയാണ്. നീ ഞങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കാത്ത ദൈവമാകയാൽ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ്, ഈ നല്ല സമയത്തോർത്ത് നിന്നെ വാഴ്ത്തുകയാണ്. പ്രത്യേകാല ഇന്ന് ഈ വചനം കേട്ടിരിക്കുന്നതായ ആളുകളിൽ ഭയത്തോടെയും നിരാശയോടും ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ആ ഭയം അവരുടെ ജീവിതത്തെ താഴ്ത്തിക്കളയുകയാണ് ചെയ്യുന്നത്. അവരെ ഒതുക്കുവാൻ ശ്രമിക്കുകയാണ്. കർത്താവെ, നിൻ്റെ ക്ഷമയ്ക്ക് വേണ്ടി, നിൻ്റെ സഹായത്തിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ പാപങ്ങളെ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താവെ, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുമ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. യേശുവേ, നീ ജീവൻ്റെ നദിയാകുന്നുവല്ലോ. കർത്താവേ, നിൻ്റെ ശക്തിയെ അയക്കണമേ. ഞങ്ങളുടെ ഭയത്തെയെല്ലാം എടുത്തു മാറ്റണമേ. കർത്താവെ, നിന്നിൽ ആശ്രയിക്കുന്നതിൽ കൂടി ഞങ്ങളുടെ ഉള്ളത്തെ നീ സന്തോഷിപ്പിക്കണമേ. നിന്നിൽ ആശ്രയിക്കുമ്പോൾ നീ ഞങ്ങളെ ബലപ്പെടുത്തുമല്ലോ. നിന്നിൽ ആശ്രയിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, നിൻ്റെ സാന്നിധ്യത്താൽ നീ നിറയ്ക്കണമേ. കർത്താവെ, നിൻ്റെ ശക്തമായ സാന്നിധ്യം അവരിലേക്ക് അയക്കണമേ. ഒരു ഭയത്തിനും കുലുക്കുവാൻ കഴിയാത്തവണ്ണം അവരെ നീ ഉറപ്പിക്കണമേ. അവരെ സ്ഥിരപ്പെടുത്തണമേ. അവർക്ക് ബലം കൊടുക്കണമേ. കർത്താവ്, നിന്നിൽ ആശ്രയിക്കുന്നതായ എല്ലാവരെയും ഓർത്ത് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അവരെ നീ വിടുവിക്കണമേ. അവരുടെ ഭയത്തിന് കാരണങ്ങൾ എന്തൊക്കെയാണോ, അവരുടെ അധൈര്യത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണോ, കർത്താവ്, നീ അവരെ സഹായിക്കണമേ, വിടുവിക്കണമേ. ദൈവത്തിൻ്റെ കൃപയാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവരെ നിറയ്ക്കണമേ. സ്വതന്ത്രരാക്കണമേ. ഹൃദയത്തിൽ സമാധാനം കൊടുക്കണമേ. ദൈവിക സന്തോഷത്താൽ ഉള്ളത്തെ നിറയ്ക്കണമേ. കർത്താവെ, അവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയും
അത്ഭുതകരമായിട്ടുള്ള ദൈവിക സമാധാനവും ധൈര്യവും ബലവും നീ അവർക്ക് കൊടുക്കണമേ. ധൈര്യവും പ്രത്യാശയും കൊടുത്ത് ജീവിതത്തിൽ വിജയകരമായ മുന്നേറ്റം കൊടുക്കണമേ. കർത്താവേ, നിൻ്റെ വിലയേറിയതായ നാമത്തിൽ ഈ പ്രാർത്ഥന സമർപ്പിക്കുകയാണ്. കേട്ട് ഉത്തരമറിയണമേ. ആമേൻ. സുഹൃത്തുക്കളെ, ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും അതുപോലെ സഹായവും ആവശ്യമാണ്. ഞാൻ കർത്താവിൻ്റെ സുവിശേഷം 4 ഭാഷകളിൽ സംസാരിക്കുന്നുണ്ട്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും തെലുങ്കിലും അതുപോലെ മലയാളത്തിലും. ഈ പ്രോഗ്രാമുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ചിലവുകളുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ പ്രോഗ്രാമിനെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങൾ എന്തെങ്കിലും സംഭാവന അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇപ്പോൾ സ്ക്രീനിൽ നൽകുന്നതായ ഇൻഫർമേഷനുകൾ നിങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. സ്ക്രീനിൽ കാണിക്കുന്നതായ QR കോഡിൽ കൂടി നിങ്ങൾക്ക് സംഭാവനകൾ അയക്കാൻ കഴിയുന്നതാണ്. ദയവ് ചെയ്ത് അതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ എടുക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടിയും അയക്കുവാൻ കഴിയുന്നതാണ്. കൂടാതെ മണി ഓർഡറിൽ കൂടി നിങ്ങൾക്ക് അയക്കുവാൻ സാധിക്കുന്നതാണ്. ദയവ് ചെയ്ത് ഞാൻ പറയുന്ന വിവരങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ സുവിശേഷം എത്തിക്കുവാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങളും ഇതിൽ ഭാഗവാക്കാകുമ്പോൾ നിങ്ങളിൽ കൂടി ഈ സുവിശേഷം വളരുവാനിടയാകുന്നു, അനേകരിലേക്ക് എത്താൻ ഇടയാകുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ആശീർവാദം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും ഇന്ന് ഈ സന്ദേശം കേട്ടതായ എല്ലാവരോടും അതുപോലെ ഈ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.